ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകസുഖം അനുഭവിക്കാൻ വേണ്ടി എന്തെല്ലാം പേക്കൂത്തുകളാണ് ഓരോ മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദവ്യാസ മഹർഷി തൻ്റെ ഇരു കൈകളും പൊക്കിക്കൊണ്ട് പറയുന്നു, ഒരു മനുഷ്യൻ നേടേണ്ടതായ പരമലക്ഷ്യം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇവയിൽ ജീവിതം മുഴുവൻ അന്തർലീനമായിരിക്കുന്നു. അതിൽ ധർമ്മത്തെ നേടിയാൽ ബാക്കി നാലും നമുക്ക് സ്വമേധയാ വന്നു ചേരും. ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് സുഖം ഉള്ളം കയ്യിലെ ഫലം പോലെയാണ്. അതിനാൽ ധർമ്മം ഇല്ലാതെയാക്കി ഭോഗങ്ങളിൽ ഭ്രമിക്കുന്ന ഒരാൾക്ക് ദുഃഖം മാത്രമേ ഈ ലോകത്തിൽ അനുഭവിക്കാൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, ധർമ്മം ഹനിച്ചർത്ഥകാമം പുൽകി ആത്മനഷ്ടം വിസ്മരിക്കേ വ്യർത്ഥജന്മങ്ങൾക്കുമീതേ കുതിക്കുന്നു സ്വാർത്ഥലക്ഷ്യങ്ങൾ പുണരാൻ. തൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി, തനിക്ക് മാത്രം ഇവിടെ സുഖം അനുഭവിക്കാൻ വേണ്ടി, അതാണ് സ്വാർത്ഥ ലക്ഷ്യങ്ങൾ പുണരാൻ. സ്വാർത്ഥ ലക്ഷ്യങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി എന്താ മനുഷ്യൻ ചെയ്യുന്നത്? ധർമ്മം ഹനിച്ചർത്ഥകാമം പുൽകി, ധർമ്മത്തെ ഇല്ലാതെയാക്കി, സദാചാരങ്ങളെ ഇല്ലാതെയാക്കി, സത്യത്തെ ഒഴിവാക്കിക്കൊണ്ട് അർത്ഥകാമങ്ങൾ പുൽകുന്ന ഒരാൾക്ക്, ധർമ്മം ഹനിച്ച അർത്ഥകാമം, ധാർമ്മികമായ രീതിയിൽ അർത്ഥം സമ്പാദിക്കുക, എന്നാൽ ആ അർത്ഥം നമുക്ക് അനർത്ഥമായി ഭവിക്കുകയില്ല. എന്നാൽ ധർമ്മത്തെ ഉപേക്ഷിച്ച് അർത്ഥത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അത് അനർത്ഥമായി ഭവിക്കുന്നതാണ്. ധർമ്മം ഹനിച്ചർത്ഥകാമം പുൽകി, ധർമ്മത്തെ, ധാർമ്മികമായ ജീവിതത്തെ പാടെ ഉപേക്ഷിച്ച് അർത്ഥകാമങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ആത്മനഷ്ടം മാത്രമായിരിക്കും. ആത്മനഷ്ടം എന്നാൽ സുഖനഷ്ടം എന്നർത്ഥം. സന്തോഷം, സംതൃപ്തി, ആനന്ദം, ഇവയാണ് എന്ന് പറയുന്നത്. ആത്മനഷ്ടമെന്നാൽ ഇവയുടെ നഷ്ടമാണ്. ആത്മനഷ്ടം മാത്രമാണ് ധർമ്മം ഹനിച്ച്, ധർമ്മത്തെ ഇല്ലാതെയാക്കി അർത്ഥകാമങ്ങളെ പുൽകിയാൽ വന്നു ചേരുന്നത്. ധർമ്മം ഹനിച്ചർത്ഥകാമം പുൽകി, ധർമ്മത്തെ ഇല്ലാതെയാക്കി, ധർമ്മത്തെ ഉപേക്ഷിച്ച് അർത്ഥകാമങ്ങളെയും സമ്പത്തിനെയും ആഗ്രഹങ്ങളെയും എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾക്ക് ആത്മനഷ്ടം മാത്രമായിരിക്കും. ആനന്ദം നഷ്ടമാകും. സന്തോഷവും സംതൃപ്തിയും സമാധാനവും ആ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല. ആത്മനഷ്ടമാണ് ഈ ധർമ്മത്തെ ഹനിച്ച് അർത്ഥകാമങ്ങളെ വരിക്കുന്നത് എന്ന കാര്യം മറന്നുകൊണ്ട് വ്യർത്ഥജന്മങ്ങൾക്കും ഇതേ ഉദിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മറന്നുകൊണ്ട് ഉള്ള ജീവിതം വ്യർത്ഥമായ ജീവിതമാണ്. വ്യർത്ഥമെന്നാൽ ഒരു ഉപയോഗത്തിനും പറ്റാത്ത ഒരു ജീവിതമായി മാറുന്നു. വ്യർത്ഥജന്മങ്ങൾക്കും ഇതേ ഉദിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതം വ്യർത്ഥമായി പോകുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണരാൻ. അങ്ങനെ വ്യർത്ഥമായ ജീവിതം അവർ നയിക്കുന്നത് എന്തിനാ? സ്വന്തം അഭീഷ്ടം, സ്വാർത്ഥ ലക്ഷ്യങ്ങൾ, തൻ്റേതായ ഇഷ്ടങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ വ്യക്തികൾ ജീവിക്കുന്നത് തന്നെ. അത്തരം ജീവിതം തൻ്റെ ആ ഏറ്റവും ദുഃഖകരമായ പര്യവസായമായിരിക്കും അത്തരം ജീവിതത്തിനുണ്ടാവുന്നത്. അതാണ് ധർമ്മം ഹനിച്ചർത്ഥകാമം പുൽകി ആത്മനഷ്ടം വിസ്മരിക്കേ വ്യർത്ഥജന്മങ്ങൾക്കും ഈതേ ഉദിക്കുന്നു. വ്യർത്ഥമായ ജീവിതത്തിന് വേണ്ടിയാണ് അവരുടെ കുതിക്കൽ മുഴുവനും. സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണരാൻ.
4 വരി പദ്യം എത്ര വലിയ സത്യത്തെയാണ് നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നത്. ധർമ്മം ഹരിച്ചർത്ഥകാമം പുൽകി സ്വാർത്ഥനഷ്ടം വിസ്മരിക്കേ, വ്യർത്ഥജന്മങ്ങൾക്കു മീതെ ഉദിക്കുന്നു സ്വാർത്ഥലക്ഷ്യങ്ങൾ പുണരാൻ.